വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 2024-2025 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. താഴെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്, അത് നോക്കുക. ഏതൊക്കെ നമ്പേഴ്സ്? 38, 46, 62, 35, 36, 106. ഇത്രയൊക്കെയാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2? അതായത് ഈ സംഖ്യകളെയൊക്കെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന സംഖ്യ ഇതിൽ ഏതാണ്? റിമൈൻഡർ മീൻസ് ശിഷ്ടം വരുന്ന സംഖ്യ ഏതാണ്? അത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ലാസ്റ്റ് വരുന്നത് 2ന്റെ ഗുണിതങ്ങളാണ് അല്ലേ? ഇതിലൊക്കെ വരുന്നുണ്ട് 2, 4, 6, 8 അല്ലേ? അപ്പൊ ഇതിൻ്റെയൊക്കെ റിമൈൻഡർ 0 ആയിട്ട് മാറും. അപ്പൊ ഇതിലൊന്നും എന്ത് വരുന്നില്ല? റിമൈൻഡർ വരുന്നില്ല. ഏതിലാണ് വരുന്നത്? ആകെ 35 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 റിമൈൻഡർ കിട്ടും. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? 35 ആണ്. അപ്പൊ 35 ആണ് ശരിയായ ഉത്തരം. ബി ക്വസ്റ്റ്യൻ നോക്കൂ. The sum of two of the above numbers does not leave remainder when divided by 5. Which are those numbers? ഏതൊക്കെയാണ്? The sum of the above numbers does not leave remainder when divided by 5. Which are those numbers? എന്താണ് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അമ്മൂളിൽ കൊടുത്തിരിക്കുന്ന ഏതോ 2 നമ്പേഴ്സ് തമ്മിൽ സമ്മ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ എന്താണ്? റിമൈൻഡർ കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസറിൽ ആ ആൻസറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടില്ല? റിമൈൻഡർ ശിഷ്ടം കിട്ടില്ല. അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ്? 38ഉം 62ഉമാണ്. ഏതാണ് മക്കളെ? 38ഉം 62 ആണ് അതിൻ്റെ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 35 ആണ്. രണ്ടാമത്തേൻ്റെ 38ഉം 62 ആണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടില്ല. റിമൈൻഡർ 0 ആയിട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെ സംഖ്യകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 38ഉം 62ഉം ആണ്. Easy question. Which of the above numbers leaves a remainder of 2 when divided by 5 or 10? 5 കൊണ്ടോ 10 കൊണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് റിമൈൻഡർ 2 ആയി വരുന്ന സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിമൈൻഡർ 2 ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 62 ആണ്. നമുക്ക് നോക്കാം. 62നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് നോക്കാം അല്ലേ? 5 5 നോക്കാം. 2 6 ന്ന് 5 പോയാൽ 12, 5 10. അപ്പോൾ റിമൈൻഡർ എത്ര വന്നു? 2 വന്നു അല്ലേ? ഇനി 10 കൊണ്ട് ഡിവൈഡ് നോക്കിയേ. 62നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ വരും. 10 × 6 60 അല്ലേ? അപ്പോൾ നമുക്ക് 60 കിട്ടും. റിമൈൻഡർ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏത് സംഖ്യയാണ്? 62 ആണ്. ഏതാണ്? 62. മൂന്നാമത്തെ ഉത്തരം 62 ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ എബോവ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4? 4 വച്ച് ഡിവൈഡ് ചെയ്യും. വിച്ച് ഓഫ് ദ എബോവ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4? 4 വച്ചിട്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ വരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 വച്ച് ഈ മുകളിൽ കാണുന്ന സംഖ്യകളെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ വരാത്തത് ഏതാണ്? അതിൽ നമുക്കറിയാം. ഏതായിരിക്കും? 36 ആണ്. ഏതാണ് മക്കളെ? 36. 36നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? റിമൈൻഡർ കിട്ടാത്തത്. അപ്പോൾ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കല്ലേ 9 4 36. റിമൈൻഡർ ഒന്നും വരുന്നില്ല. അപ്പോൾ ഏതാണ്? 36 ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 48/4? 48/4ന് ഈക്വൽ ആയിട്ടുള്ളത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് 48/4ന് ഈക്വൽ ആയിട്ടുള്ളത്? 40/4 8/4 ഇതല്ലേ? 40/4
പ്ലസ് എന്താണ് 8/4. അതെങ്ങനെയാണ് മക്കളെ നമ്മൾ കണ്ടുപിടിച്ചത്? 48/നെ 4 കൊണ്ട് ഹെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും അല്ലേ? 12 കിട്ടി അല്ലേ? 48/4 എന്ന് പറയുന്നത് 12 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 40/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 40/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ? 40/4 തന്നെ 10 പ്ലസ് 8/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8/4 ഒരു 4 4 ഒരു 4 8 2 വരുന്നത്. അപ്പോൾ 10 പ്ലസ് 2 എത്രയാണ്? 12. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 48/4 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടുക. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതായിരിക്കും? 40/4 പ്ലസ് 8/4 10 പ്ലസ് 2 അല്ലേ? 12. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, ദിസ് ഇസ് എ ഗ്രാഫ് ഷോയിങ് ദ ഗെയിംസ് ദാറ്റ് ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ലൈക്ക് ടു പ്ലേ. അതായത് ഒരു സ്കൂളിലെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളുടെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വിച്ച് ഗെയിം ഈസ് ലൈക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ? ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഗെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ക്രിക്കറ്റ് ബോയ്സും ഗേൾസും നമുക്ക് നോക്കാം. ഇവിടെ ബോയ്സും ഗേൾസും തന്നിട്ടുണ്ട്. 200 പിന്നെ എത്രയാണ്? 200 300. അപ്പൊ ടോട്ടൽ എത്രയാണ്? 500 അല്ലേ? 500 കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണ്? ക്രിക്കറ്റ് ഇഷ്ടമാണ്. ചെസ്സോ? ചെസ് 300 പിന്നെ എത്രയാണ്? 50 ഉള്ളൂ. അപ്പോൾ 350 കുട്ടികൾക്ക് ചെസ് ഇഷ്ടമുള്ളൂ. ബാഡ്മിന്റൺ നോക്കൂ മക്കളെ. ബാഡ്മിന്റൺ എങ്ങനെയാണ്? ബാഡ്മിന്റൺ 250 കുട്ടികൾക്ക് 250 പിന്നെ എത്രയാണ് തന്നിരിക്കുന്നത്? 150 ആണ്. 250 150. അപ്പൊ 400 കുട്ടികൾക്ക് എന്ത് ഇഷ്ടമുള്ളൂ? ബാഡ്മിന്റൺ ഇഷ്ടമുള്ളൂ. ഇനി ഫുട്ബോളോ? ഫുട്ബോള് 350 പിന്നെ എത്രയാണ്? 100 തന്നിരിക്കുന്നത്. അപ്പൊ 450. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഗെയിം ഏതാണ്? ക്രിക്കറ്റ് ആണ്. അപ്പൊ ആദ്യത്തിന് ഉത്തരം എന്താണ് നമ്മൾ എഴുതേണ്ടത്? ക്രിക്കറ്റ് എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് ദ ലീസ്റ്റ് ഫേവറേറ്റ് ഗെയിം ഫോർ ചിൽഡ്രൻ? കുട്ടികൾക്ക് കുറവ് ഇഷ്ടമുള്ള ഗെയിം ഏതാണ്? ഏറ്റവും കുറവ് നമ്പർ എത്രയാ? 350. ചെസ് അല്ലേ? ചെസ് ആണ്. ഹൗ മെനി ചിൽഡ്രൻസ് ലൈക്ക് ഫുട്ബോൾ ദാൻ ചെസ്? എത്ര കുട്ടികൾക്കാണ് ചെസ്സിനേക്കാൾ ഫുട്ബോൾ? ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ ദാൻ ചെസ്? ചെസ്സിനേക്കാൾ ഫുട്ബോൾ ഇഷ്ടമുള്ളത് എത്ര കുട്ടികൾക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുട്ബോൾ 450 കുട്ടികൾക്ക് ഇഷ്ടമാണ് അല്ലേ? ചെസ് എത്രയാണ്? 350. അപ്പൊ 450 എന്ത് ചെയ്യണം? 350 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോ എത്രയാണ്? എത്ര കുട്ടികൾക്കാണ്? 100 കുട്ടികൾക്കാണ്. അപ്പൊ 100 ഉത്തരം എഴുതുക. ഇനി ഇഫ് യു റൈറ്റ് എ ഗെയിം ദാറ്റ് ബോയ്സ് ലൈക്ക് ഇൻ അസെൻഡിങ് ഓർഡർ, വിച്ച് ഗെയിം കംസ് നെക്സ്റ്റ്? ബാഡ്മിന്റൺ. ഇഫ് യു റൈറ്റ് ഗെയിംസ് ദാറ്റ് ബോയ്സ് ലൈക്ക് ഇൻ അസെൻഡിങ് ഓർഡർ, ആൺകുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ വിച്ച് ഗെയിം കംസ് നെക്സ്റ്റ് ടു ബാഡ്മിന്റൺ? ബാഡ്മിന്റന് ശേഷം വരുന്നത് ഏത് ഗെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാഡ്മിന്റന് ശേഷം വരുന്നത് ഏത് ഗെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഗെയിമാണ്? ക്രിക്കറ്റ്. ഏതാണ് മക്കളെ? ക്രിക്കറ്റ് ആണ്. റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഗ്രാഫ്. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ തേർഡ് ചോദിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്താണ് ഹൗ മെനി ഗേൾസ് ലൈക്ക് ടു പ്ലേ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ചെസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കാം. ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഹൗ മെനി പെൻസ് വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് 1768 pens put in a packet containing 10 pens each? എന്താ പറഞ്ഞിരിക്കുന്നത്? 1768 പേന 10 എണ്ണം വീതമുള്ള കവറുകളിലാക്കിയാൽ, അതായത് ഒരു കവറിൽ എത്ര എണ്ണം വേണം? 10 എണ്ണം വേണം. അപ്പൊ കവറുകളിലാക്കിയാൽ എത്ര പേന ബാലൻസ് വരും, മിച്ചം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 1768 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ബാലൻസ് ഇവിടെ ശിഷ്ടം കിട്ടുന്നുണ്ട് അല്ലേ? എത്രയാണ്? 8. 1768 10 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ എത്ര എണ്ണം ബാലൻസ് വരും? 8760 എണ്ണമാണ് പാക്കറ്റുകളിൽ വരുള്ളൂ അല്ലേ? ബാക്കി 8 ബാലൻസ് വരും. ഇനി 12 പെൻസിൽ ഈച്ച് ആർ ഫിൽഡ് ഇൻ 36 പാക്കറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? 12 പെൻസിൽ വീതം എന്ത് ചെയ്തു? 36 കവറുകളിലാക്കി. 12 പെൻസിൽ വീതം 36 കവറുകളിലാക്കി. അപ്പൊ പെൻസിലുകളുടെ ആകെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 × 36
ചെയ്താൽ മതി. അതായത് 12നെ എന്തും കൊണ്ട് ഗുണിക്കണം? 36 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇൻറ്റു 36 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 432 ഉത്തരം കിട്ടും. 432. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? 432. ബിയുടെ ആൻസർ 432 എന്നാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 2 നമ്പേഴ്സ് ദാറ്റ് ലീവ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 3. നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടമായിട്ട് എത്ര വരണം? മിച്ചമായിട്ട് 2 വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് 1 ഇൻറ്റു 3 തന്നെ, അപ്പോൾ റിമൈൻഡർ വരില്ല അല്ലേ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കിട്ടണം. നമ്മൾ നോക്കാം. ഇപ്പം 5 എടുത്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3. 5ൽ നിന്ന് 3 പോയാൽ ബാക്കി എത്രയുണ്ട്? 2. അപ്പം 5. പിന്നെയോ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 3 3 23 6. 8ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 2. അപ്പം 5 8 11 14 ഇങ്ങനെ ഏത് നമ്പർ അല്ലെങ്കിൽ 2 നമ്പറുകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഈ താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ്? 54 ഇൻറ്റു 5 ഇസ് ഇക്വൽ ടു 54 ഇൻറ്റു 5 എന്ന് പറയുന്നത് 50 പ്ലസ് 4 ഇൻറ്റു 5. അതായത് 50ന് 50 പ്ലസ് 4 ഇൻറ്റു 5 എന്ന് എഴുതിയാലാണ് എന്ത്? അത് കറക്റ്റായിട്ട് വരുന്നത്. 54 ഇൻറ്റു 5. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ആക്ടിവിറ്റി 4ന്റെ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മൾട്ടിപ്ലസ് ഓഫ് 3 ബിറ്റ്വീൻ 1 and 20. എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 ബിറ്റ്വീൻ 1 and 20. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളിൽ 3ന്റെ ഗുണിതമായവ എഴുതുക. 3ന്റെ ഗുണിതമായ 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം, 3ന്റെ ടേബിളിൽ വയ്ക്കാൻ മതി അല്ലേ? 1 3 3, 2 3 6, 3 9, 4 3 12, 5 3 15, 6 3 18, പിന്നെ 7 3 21. അപ്പം 20 വരെയുള്ളതിൽ ഏതൊക്കെയാണ് വരുന്നത്? 21ലേക്ക് പോകാൻ പാടില്ല, 20 വരെയുള്ളതെന്ന് പറയണം. അപ്പം 3 6 9 12 15 18 എന്ന് എഴുതുക. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓഫ് 15. എന്താ പറഞ്ഞേ? റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓഫ് 15. 15ന്റെ 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 15 അല്ലേ? 1 ഇൻറ്റു 15 15 ആണ്. 5 ഇൻറ്റു 3 15 ആണ് അല്ലേ? അപ്പം 3 ഇൻറ്റു 5 എന്ത് തന്നെയാണ്? 15 ആണ്. ഇനി അല്ലേ 15 ഇൻറ്റു 1 എന്ത് തന്നെയാണ്? 15 തന്നെയാണ്. അപ്പം ഏതെങ്കിലും 2 ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 15 and 30? 15ന്റെയും 30ന്റെയും കോമൺ ഫാക്ടർ ഏതാണ്? നമുക്കറിയാം ഏതാണ്? 3 ആണ്. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 15 and 30? 3 ആണ്. ആക്ടിവിറ്റി 5 നോക്കൂ. ഇതാ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരു സമചതുരം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? 4 12 എന്താണ്? അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ്? 12 ആണ്. ഇവിടെ എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ 12 + 12 + 4 + 4 എന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 × L + B എന്ന് ചെയ്താലും മതി. അപ്പോൾ എത്രയാണ്? 2 × L + B അല്ലേ? 2 ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 + 4. 12 + 4 എന്ന് പറയുന്നത് 2 ഇൻറ്റു 12 + 4 എന്ന് പറയുന്നത് 16 അല്ലേ? 16 ഇൻറ്റു 2 16 ഇൻറ്റു 2 ചെയ്യുക. 6 6 12 ഇഷ്ടം 1 2 2 2 1 3 32. അപ്പം ആൻസർ എത്രയാണ്? 32 ആണ്. 32 ആണ് ഉത്തരം. അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം കൂടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി അല്ലേ? അപ്പം 32 ആണ്. 2 × L + B. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2 × L + B. L എന്നുള്ളിടത്ത് 12 സെൻറ്റിമീറ്ററും B എന്നുള്ളിടത്ത് 4 സെൻറ്റിമീറ്ററും ഇട്ടിട്ട് ചെയ്യുക. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? A² എന്നൊക്കെ പറയുന്നത്. സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? എത്രയാണ്? 12 × 4. 12 × 4 48 അല്ലേ? ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതിയാൽ മതി.
Which of the following is the length and height of the rectangle with a perimeter of 36 centimeter? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 36 സെന്റിമീറ്റർ അല്ലേ, 36 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളവും ഉയരവും താഴെ കൊടുത്തവയിൽ ഏതാണെന്ന് ചോദിച്ചത്. 36 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളവും എന്താണ് ഉയരവും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 10ഉം 8ഉം. സി ആണ് ശരിയായ ഉത്തരം. സി ആണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 6. വിച്ച് ആർ ദ കോമൺ ഫാക്ടർ ഓഫ് 60 ആൻഡ് 12? 60ൻ്റെയും 12ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. 1, 2, 3, 4, 6, 12. കാൽക്കുലേറ്റ് 400 ഡിവൈഡഡ് ബൈ 80 റിമൂവിങ് ഇറ്റ്സ് കോമൺ ഫാക്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 400നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 400നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് പൊതുഘടകങ്ങൾ ഒഴിവാക്കിയിട്ടാണ്, അതായത് പൊതുവായ കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 400 ഡിവൈഡ് ബൈ 80 എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്രയായിരിക്കും? പൊതുഘടകത്തിൽ എത്രയായിരിക്കും? 5. എത്രയാണ്? 5 ആണ്. ഇനി which of the following is the common factor of 3 into 3 into 2 into 5 and 30? Which is the following is the common factor of 3 into 3 into 2 into 5 and 30? ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 3 into 2 into 5. ഏതാണ്? 3 into 2 into 5. Next, activity 7. There is some milk in a vessel. A question. Ajesh took 1 liter of milk from it and divided it equally among 3 people. How many liters of milk will each one get? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പാത്രത്തിൽ കുറേ എന്തുണ്ട്? പാലുണ്ട്. അജീഷ് അതിൽ നിന്ന് 1 ലിറ്റർ പാലെടുത്ത് 3 പേർക്ക് ഒരുപോലെ വീതിച്ച് നൽകി. അതായത് അജേഷ് എന്ത് ചെയ്തു? അജീഷ് 3 പേർക്ക് 1 ലിറ്റർ പാലെടുത്തിട്ട് വീതിച്ച് നൽകി. ഒരാൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? അപ്പോൾ 1/3 ലിറ്റർ. മൊത്തം എത്രയുള്ളത്? 3 ആണുള്ളത്. അതിൽ നിന്ന് 1/3 അല്ലേ? 1 ലിറ്റർ എടുത്തിട്ട് 3 ആൾക്ക് വീതിച്ചു കൊടുത്താൽ 1/3 ലിറ്റർ ആയിരിക്കും കിട്ടുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സുകന്യ ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ് took 2 liters of milk. If it is divided equally among the 3, how many liters of milk will each one get? എന്താ പറയണേ? സുകന്യയും 2 കൂട്ടുകാരികളും 2 ലിറ്റർ പാലെടുത്തു. അത് 3 പേരും തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്ന ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് എത്ര? 3 പേരാണുള്ളത് അല്ലേ? അവർ മൊത്തം എത്ര എടുത്താണ്? 2 ലിറ്റർ പാൽ. അപ്പം 3 പേരും തുല്യമായി വീതിച്ചെടുത്താൽ എത്ര കിട്ടുക? 2/3 ലിറ്റർ അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ. സലീം took 5 liters of milk and filled it equally in 2 bottles. How many liters of milk will be in bottle? സലീം 5 ലിറ്റർ പാലെടുത്ത് 2 കുപ്പികളിൽ ഒരുപോലെ നിറച്ചു. അപ്പോൾ സലീം 5 ലിറ്റർ പാലെടുത്തിട്ട് 2 കുപ്പികളിൽ ഒരേ അളവിൽ നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ടാകും? അപ്പം എത്രയാണ്? 5/2. 2 ബോട്ടിൽസ് ആണുള്ളത് അല്ലേ? 5/2. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 1/2 ലിറ്റർ എന്ന് എഴുതാം. 5/2 ലിറ്റർ അല്ലെങ്കിൽ 2 1/2. 2 into 2 4, 4 + 1 5, 5/2. 5/2 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താണ്? 2 1/2 ലിറ്റർ എന്ന് എഴുതാം. 5 ലിറ്റർ മിൽക്കാണുള്ളത് അല്ലേ? 2 ബോട്ടിലാണ് നിറയ്ക്കുന്നത്. അപ്പം 5/2 എന്നാക്കാം. ഇനി ഡി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ 2 ഈക്വൽ പാർട്സ് ഓഫ് 9? 9നെ 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 എന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? 9നെ 2 തുല്യ ഭാഗങ്ങളാക്കുകയാണ്. ഈക്വൽ പാർട്സ് ഓഫ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 9നെ 2 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 1 എന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? 9/2. ഏതാണ് ഉത്തരം? 9/2 എന്നാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ ഉള്ളത്. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.